Hey everybody, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് is the highway star of my garage, the W164 ML 320 CDI. Welcome to JD's Garage. എൻ്റെ ഗരാജ് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, മോർ ഓർ ലെസ് കുറച്ചുകൂടെ പഴയ വണ്ടികളാണ് ഉള്ളത്. ആൻഡ് ഈവൺ ഹൈവേ യൂസ് ആണെങ്കിലും കൂടുതലും ഉണ്ടായിരുന്നത് MGയും അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടാണ് ഞാൻ നമ്മുടെ ഒരു 2000s നമ്മുടെ ദാറ്റ് ഈസ് എൻ്റെയൊക്കെ ഏജിൽ ഫോർ ഓൾ ദി കിഡ്സ് ഗ്രോയിങ് അപ്പ് എന്തൊക്കെയായിരുന്നു ഹീറോ കാർസ് അങ്ങനത്തെ വണ്ടികളിലോട്ട് എൻ്റെ അറ്റൻഷൻ കുറച്ചുകൂടെ ഡൈവേർട്ട് ആയിരുന്നു. അങ്ങനെ കുറച്ച് വണ്ടികൾ ഗോട്ട് ആഡഡ് ടു ദ ഗരാജ് വിച്ച് വി വിൽ സീ ഇൻ ദ ചാനൽ ഇൻ ഓൾ ദ കമ്മിങ് വീഡിയോസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ് ദ കാർ ദാറ്റ് ഡസ് ദ മാക്സിമം ഹൈവേ റൺസ് ദീസ് ഡേയ്സ്, ദ 2010 M Class. സാധാരണ മെർസിഡീസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് C Class, E Class, S Class ആണ്. ഒരു 2000s പറയുകയാണെങ്കിൽ ദീസ് 3 ആർ ദ മെയിൻ ക്ലാസ്സസ്. അങ്ങനെ ഒരു 3 കാറ്റഗറി ബ്രാൻഡായിരുന്ന മെർസിഡീസിന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാറാണ് അവരുടെ ലൈനപ്പിൽ ദി M Class. അപ്പോൾ അതിന് മുമ്പേ അവർ നോക്കുകയാണെങ്കിൽ മെർസിഡീസിന് G-Wagon ഉണ്ടായിരുന്നു. G-Wagon സത്യം പറയുകയാണെങ്കിൽ അന്ന് ആ ഫസ്റ്റ് ജനറേഷൻ G-Wagon-ആണ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ആ വണ്ടി മെർസിഡീസിന് പോലും ഇത്രയും കാലം പ്രൊഡക്ഷനിൽ വെക്കാനായിട്ടോ അത്രയും കാലം അതിന് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഷാഹിദ് ഫറാനു വേണ്ടി ഉണ്ടാക്കിയ ആ വണ്ടി ഇറ്റ് ഹസ് ബിക്കം എ ലെജൻഡ് ഓഫ് സോർട്സ് ആൻഡ് ഇറ്റ്സ് ഗോൺ ടു എ ഹോൾ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. പക്ഷേ നമ്മൾ G-Class എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ടഫസ്റ്റ് നെയിൽസ് അങ്ങനത്തെ ഒരു യൂട്ടിലിറ്റി വെഹിക്കിളാണ്. പിന്നെ അതിൻ്റെ AMG വേർഷൻസ് ആണെങ്കിലും ഒരു ഷോ കാർ എന്നുള്ള അങ്ങനത്തെ ഒരു രീതിയിലോട്ട് അത് പോയി. അപ്പോൾ ഒരു ഡെയിലി ഡ്രൈവർ ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാനായിട്ട് മെർസിഡീസിൻ്റെ കയ്യിലൊരു വണ്ടി ഇല്ലാത്തൊരു കാലം എത്തി. അങ്ങനെയാണ് മെർസിഡീസ് M Class ഇറക്കാമെന്ന് തീരുമാനിച്ചത്. സോ M Classൻ്റെ ഈ പ്ലാൻ തുടങ്ങുന്നത് ഏർലി 1991 ടൈമിലാണ്. അപ്പോഴേ G-Classന് ഏതാണ്ട് 10-11 വർഷം പ്രായമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ റിക്വയർമെൻറ്റ് മെർസിഡീസിന് വന്നു, ദാറ്റ് ഇസ് മോർ റോഡ് ബേസ്ഡ്, മോർ കംഫർട്ടബിൾ, ഡ്രൈവിംഗ് ഒക്കെ കുറച്ചുകൂടെ സുഖമായിട്ടുള്ള ഒരു SUV ഉണ്ടാക്കണമെന്ന് 91 ആലോചിച്ചപ്പോൾ മെർസിഡീസ് വിചാരിച്ചു, ഓക്കെ ലെറ്റ് us tie up with മിറ്റ്സുബിഷിക്ക് അന്ന് അവരുടെ വളരെ ഫേമസ് പെജേറോ ഉണ്ട്. അപ്പോൾ ഒരു പെജേറോനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിറ്റ്സുബിഷിയുടെ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടൊരു വണ്ടി ഉണ്ടാക്കാം. ആൻഡ് ദാറ്റ് വുഡ് ബി ദ ബേസിസ് ഫോർ 2 SUVs. ഒരെണ്ണം മിറ്റ്സുബിഷി ഉണ്ടാക്കും, ഒരെണ്ണം മെർസിഡീസ് ഉണ്ടാക്കും എന്നൊക്കെയായിരുന്നു പ്ലാൻ. എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അത് ഏതായാലും നടപടിയാവുന്ന കാര്യമല്ല, നമുക്ക് തന്നെ വണ്ടി ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു 92-93 ആയി കഴിഞ്ഞപ്പോഴേക്കും മെർസിഡീസ് അവരുടെ സ്വന്തം M Classൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ ഇതിനകത്ത് ഹൗ ഫോക്കസ്ഡ് മെർസിഡീസ് വാസ് എന്ന് മനസ്സിലാക്കാനായിട്ട്, മെർസിഡീസ് ബാക്കി എല്ലാ വണ്ടികളും ടാർഗറ്റ് മാർക്കറ്റും പ്രൊഡക്ഷനും എല്ലാം ജർമ്മനി വെച്ചിരുന്ന സമയത്ത് ദ M Class വാസ് ഓൾവേസ് എ US ബേസ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആണെങ്കിലും അതേപോലെ പല കാര്യങ്ങളെല്ലാം US-നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരുന്നത്. കാര്യം US-ൽ ആ സമയത്ത് ഈ സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾസിന് ഭയങ്കര ഒരു ഹൈപ്പ് വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. യു ഹാഡ് ദ ഫോർഡ് എക്സ്പ്ലോറർ, അതേപോലെ ഷെവിയുടെ പിക്കപ്സ് ഉണ്ടായിരുന്നു. യു ഹാവ് ദ ഫൺ GMC വെഹിക്കിൾസ് ലൈക്ക് ദ സൈക്ലോൺ, ദ ടൈഫൂൺ. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല സാധനങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ വിചാരിച്ചു ഓക്കെ നമുക്കും ഒരു സ്പോർട്ടി സൈഡിലോട്ടുള്ള ഒരു SUV ഉണ്ടാക്കാം. അങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 93-ൽ പണി തുടങ്ങി. 97 ആയപ്പോഴേക്കും വണ്ടി റെഡി ഫോർ സെയിലായി. പ്രൊഡക്ഷൻ ഫസ്റ്റ് പൈലറ്റ് പ്രൊഡക്ഷൻ 96-ൽ നടന്നു. 97-ൽ മെർസിഡീസിൻ്റെ പുതിയ പ്രോജക്റ്റിൻ്റെ ആദ്യത്തെ റിസൾട്ടാണ് ദ W163 M Class, അത് ഫസ്റ്റ് ജനറേഷൻ M Class. ആ വണ്ടി എന്ന് പറയുമ്പോൾ മെർസിഡീസ് അഗൈൻ ആ സമയത്തുള്ള എല്ലാ ജർമ്മൻ മാനുഫാക്ചറേഴ്സും ആദ്യം പോയിട്ട് അവരുടെ ലക്ഷറി SUV സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ദേ തോട്ട് ഓക്കെ ആൾക്കാരെല്ലാവരും ഇതും കൊണ്ട് ഓഫ് റോഡ് പോകും, ആൻഡ് ഇത് ഒരു ലക്ഷൂറിയസ് ഓഫ് റോഡ് വെഹിക്കിൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്തായിരുന്നു കേട്ടോ. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ പോർഷയുടെ ആദ്യത്തെ കയനാണെങ്കിൽ ഒരു ഓഫ് റോഡർ ആയിരുന്നു, ലിറ്ററലി. ടുവാറെഗ് ഓഫ് റോഡർ ആയിരുന്നു ഫോക്സ് വാഗൻ്റെ. പിന്നെ M Class ആണെങ്കിലും W163 M Class വാസ് ആക്ച്വലി എ പ്രിറ്റി കേപ്പബിൾ ഓഫ് റോഡർ. അതിനൊരു ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷനാണ് വന്നത്. ബോർഗ് ഓണറിൻ്റെ ഒരു 2-speed ട്രാൻസ്ഫർ കേസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഹാഡ് ലോ റേഷ്യോ ആൻഡ് ഹൈ റേഷ്യോ 4x4. അങ്ങനെ ഒരു ടഫസ്റ്റ് നെയിൽസ് വണ്ടിയായിട്ടാണ് അവർ ഇറക്കിയത്. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ക്വൈറ്റ് വെൽ ലോഡഡ്. ആദ്യത്തെ
SUV, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് വാസ് വൺ ഓഫ് ദ വെരി ഫസ്റ്റ് SUV ടു ഗെറ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഒരു പ്രൊഡക്ഷൻ SUV-യിൽ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് നമുക്ക് ജുറാസിക് പാർക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിലാണ് ആദ്യം പബ്ലിക് ഇത് കാണുന്നത്. ഈ പുതിയ M ക്ലാസ് ദ 163 ആദ്യമായിട്ട് കാണുന്നത് ജുറാസിക് പാർക്കിലാണ്. ആൻഡ് ഇറ്റ് മേഡ് എ മാസീവ് ഇമ്പാക്റ്റ്. സെയിൽസ് അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിരുന്നു. ദ വെഹിക്കിൾ വാസ് വെരി പോപ്പുലർ, വെരി വെൽ റിസീവ്ഡ് എവരിവെയർ. പക്ഷേ ഈ 90s എന്ന് പറയുമ്പോൾ മെർസിഡീസിൻ്റെ അത്ര നല്ലൊരു സമയമായിരുന്നില്ല. എസ്പെഷ്യലി ഈ ഒരു പോസ്റ്റ് 124 era, 96, 97, 98 ഒക്കെ, വെൻ ദ 210 ആൻഡ് ദ 220s വേർ ഇൻ ദ മാർക്കറ്റ്. മെർസിഡീസിൻ്റെ ക്വാളിറ്റി കൺട്രോൾ വാസൻ ദാറ്റ് ഗ്രേറ്റ് ആൻഡ് മെറ്റീരിയൽസ്, പല കാര്യങ്ങളും അത്ര ഒരു ടോപ്പ് ഓഫ് ദി ലൈൻ ആയിരുന്നില്ല. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ E ക്ലാസ്സിനും S ക്ലാസ്സിനും C ക്ലാസ്സിനും ആ സമയത്തുള്ളത് കിട്ടിയ പോലെ തന്നെ M ക്ലാസ്സിനും കിട്ടിയായിരുന്നു. ആൻഡ് ദ 163 ആൾക്കാർ, വൈൽ പീപ്പിൾ ലൈക്ക് ദ കേപ്പബിലിറ്റി ആൻഡ് ദ കംഫർട്ട് ദ കാർ ഓഫേർഡ്, അതിൻ്റെ ക്വാളിറ്റി ലെവൽസും അതിൻ്റെ ലുക്സും അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ആൾക്കാർ അത്ര വലിയ ഹാപ്പി ആയിരുന്നില്ല. അങ്ങനെ എന്തായാലും 97 മുതൽ 2005 വരെ ഈ വണ്ടി ദ W163 വാസ് ഇൻ ദ മാർക്കറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇറക്കിയ അവരുടെ സക്സസർ മോഡലാണ് ദ W164, which is one of the most popular M classes around, and that is what we are driving now. 1997 പറഞ്ഞല്ലോ നമ്മുടെ W163 പ്രൊഡക്ഷൻ തുടങ്ങി എന്നുള്ളത്. എന്നാൽ 1999 ആയി കഴിഞ്ഞപ്പോഴേക്കും W164ൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തുടങ്ങി. They wanted an all new car. അപ്പോൾ ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വൈൽ സാധാരണ ഒരു എവല്യൂഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ എവല്യൂഷൻസ് ആണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ 163 164 വന്നപ്പോൾ ഒരു വലിയൊരു വ്യത്യാസം സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ, അവരുടെ കയ്യിൽ കുറേ അധികം ഡേറ്റ ഉണ്ടായിരുന്നു. ഇത്രയും കാലം M ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവർ G ക്ലാസിൻ്റെ ഡേറ്റ റിലേ ചെയ്തിട്ടാണ് അവർക്ക് കുറേ ഓഫ് റോഡർ ഡേറ്റ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പുതിയ ബ്രീഡ് ഓഫ് SUV ബയേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും എന്തൊക്കെയാണ് അവർക്ക് പോരായ്മകൾ പറഞ്ഞിരുന്നത് എന്നുള്ളതും എല്ലാത്തിൻ്റെയും ഒരു റിക്വയർമെൻറ്റ് ഷീറ്റ് മെർസിഡീസിൻ്റെ കയ്യിൽ 163 കഴിഞ്ഞപ്പോഴേക്കും കിട്ടി. ആൻഡ് അതിൻ്റെ ഗുണം 164 ശരിക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 1999 ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി 164ൻ്റെ. 2005 164 മാർക്കറ്റിലോട്ട് വരുന്നത്. അതൊരു ഓൾ ന്യൂ കാർ എന്ന് തന്നെ പറയാം. കാര്യം വൈൽ ദ 163 വാസ് എ ബോഡി ഓൺ ഫ്രെയിം SUV, 164 വന്നപ്പോഴേക്കും ഒരു പ്രോപ്പർ യൂണിബോഡിയായി. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ് അതാണെന്ന് മെർസിഡീസിനും ആ സമയമായപ്പോഴേക്കും മനസ്സിലായി. കസ്റ്റമേഴ്സിന് അങ്ങനെ ഇത്രയും ഒരു എക്സ്പെൻസീവ് വണ്ടിയും കൊണ്ട് അധികം ഓഫ് റോഡ് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ ഓൺ റോഡ് ഡൈനാമിക്സും ഡ്രൈവിംഗ് കംഫർട്ടും അതേപോലെ റൈഡ് ക്വാളിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആവണമെങ്കിൽ ഒരു നല്ലൊരു യൂണിബോഡി കൊടുത്താൽ മതി, അത്രയ്ക്കുള്ള ഓഫ് റോഡൊക്കെ ആൾക്കാർ പോവുള്ളൂ എന്നുള്ളത് മെർസിഡീസിന് മനസ്സിലായി. സോ 163 അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ രീതിയിലും ദ 164 ഇസ് ബിഗർ, ഇറ്റ്സ് വൈഡർ, ഇറ്റ്സ് ലോങ്ങർ. പക്ഷേ എന്നാൽ ഹൈറ്റ് ഓവറോൾ അത്യാവശ്യം കുറവായിരുന്നു 163-നെക്കാട്ടിലും. കാര്യം അഗെയിൻ ഡ്യൂ ടു ദ കൺസ്ട്രക്ഷൻ, യൂണിബോഡി കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടുള്ളത് തന്നെ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെർസിഡീസിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ്, അപ്പോൾ ആ 90s ക്വാളിറ്റി ഇഷ്യൂസ് ഫിക്സ് ചെയ്യാനായിട്ട് മെർസിഡീസിൻ്റെ അവരുടെ ആലബാമ പ്ലാന്റിൽ ആ സമയത്ത് അവർ പറഞ്ഞത് ഓൾമോസ്റ്റ് $600 million അവർ ആ ഫാക്ടറി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചിലവാക്കിയത് ടു മേക്ക് ദ 164. പിന്നെ നമ്മുടെ ഈ സെക്കൻഡ് ജനറേഷൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു വലിയൊരു ഡിഫറൻസ് വന്നതെന്ന് പറഞ്ഞാൽ 163 ജനറേഷനിൽ അവർ 2 സീറ്റിംഗ് സ്റ്റൈൽസ് ഉണ്ട്. യു ഹാഡ് എ 5-seater ആൻഡ് 7-seater. 7-seater പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, നോബഡി കുഡ് ഫിറ്റ് ഇൻ ദാറ്റ്. പക്ഷേ എങ്കിലും ദേ സ്റ്റിൽ ഓഫർഡ് എ 7-seater. വേറാസ് 164 ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരൊരു സ്പിൻ ഓഫ് മോഡലും കൂടെ ഉണ്ടാക്കി, കോൾഡ് ദ GL. സോ ഇതിൻ്റെ ഡെസിഗ്നേഷൻ W164 ആണെങ്കിൽ GLൻ്റെ ദാറ്റ് ഈസ് ദ 7-seater വേർഷൻ ഓഫ് ദിസ്, പ്രോപ്പർ ലോങ്ങർ ബോഡി എവറിത്തിങ് ഉള്ള ഒരു പ്രോപ്പർ ബസ് പോലത്തെ ഒരു 7-seater. അതിൻ്റെ നോമൻക്ലേച്ചർ കൊടുത്തത് X164 എന്നാണ്. പിന്നെ ഈ ജനറേഷനിൽ അഗൈൻ പറഞ്ഞ പോലെ അത്ര ഒരു ഓഫ് റോഡ് ഫോക്കസ് കുറച്ച സ്ഥിതിക്ക് അവർ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടായിരുന്ന 2-speed ട്രാൻസ്ഫർ കേസ് എടുത്ത് കളഞ്ഞു. ഇറ്റ് കംസ് വിത്ത് ഫുൾ ടൈം 4-wheel ഡ്രൈവ് ഓർ 4-matic ഇൻ മെർസിഡീസ് ടേംസ്. ആൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല കൺട്രീസിലും അവരൊരു ഓഫ് റോഡ് പാക്ക് കൊടുത്തായിരുന്നു, വേർ യു ഹാഡ് ഇൻക്രീസ്ഡ് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി, അതേപോലെ ട്രാൻസ്ഫർ കേസ്, ലോ സ്പീഡ് ട്രാൻസ്ഫർ കേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ML 164ൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ ഈ വണ്ടിയിൽ മറ്റേ വണ്ടിയായിട്ട് കൊണ്ടുവന്നു. അഗെയിൻ നമുക്ക് എൻജിൻസും ട്രാൻസ്മിഷൻസും നോക്കുകയാണെങ്കിലാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ് വന്നത്. എൻജിൻസ്, യു ഹാഡ് എ വൈഡ് വെറൈറ്റി ഓഫ് എൻജിൻസ്. 6 cylinder ഉണ്ടായിരുന്നു, 8 cylinder ഉണ്ടായിരുന്നു, ഡീസൽ ഉണ്ടായിരുന്നു, പെട്രോൾ ഉണ്ടായിരുന്നു, അങ്ങനെ പല വേർഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ത്യയിൽ നമുക്ക് 2 എഞ്ചിനാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് നേരത്തിൽ പറയാം. പിന്നെ വലിയൊരു വ്യത്യാസം വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ മാറിയതാണ്.
പഴയ വണ്ടിയുടെ 5-സ്പീഡ് ട്രാൻസ്മിഷൻ ആയിരുന്നു, ഓൾസോ കോൾഡ് ദ 5G ട്രോണിക്. എന്നാൽ ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന ഇസ് ദ സൂപ്പർബ് 7G ട്രോണിക് ട്രാൻസ്മിഷൻ. ഈ കോളം ഷിഫ്റ്റ്, ഇത് ഗിയർ ലിവറൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് മേക്സ് ദ കാർ ഫീൽ വെരി അപ് ടു ഡേറ്റ് ആൻഡ് വിത്ത് ദ ടൈംസ്. പിന്നെ മെർസിഡീസ് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ്. ആൻഡ് ദേ ഹാവ് ഡൺ എ ഫാൻറ്റാസ്റ്റിക് ജോബ്. എവറിത്തിങ് ഇസ് എ വേൾഡ് അഹെഡ് ഓഫ് ദ W163. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് W163 M ക്ലാസ് ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ. യു ഹാഡ് ദ 270 CDI, ദ 5-സിലിണ്ടർ CDI എഞ്ചിൻ, ആൻഡ് ദ 320 പെട്രോളും ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അത്ര വലിയ പോപ്പുലർ ആയിരുന്നില്ല ഈ വണ്ടികൾ. കാര്യം ഒന്നാമത് വിലയും കൂടുതലായിരുന്നു. ആ സമയത്ത് കുറച്ചുകൂടെ പ്രീമിയം ഫീലിംഗ് വണ്ടികൾ വാസ് ദ മിറ്റ്സുബിഷി മൊണ്ടേറോ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇതിൻ്റെ സ്റ്റൈലിങ്ങും എല്ലാം കൊണ്ട് ആൾക്കാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു W163 M ക്ലാസ്സിനോട് വലിയൊരു സ്നേഹം ഇന്ത്യയിൽ കാണിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു 2008-9 ആയപ്പോഴാണ് ഇന്ത്യയിൽ 164 ജനറേഷൻ ഇറങ്ങുന്നത്. ആൻഡ് ആ ഒരു ജനറേഷൻ ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് ഈ 2008-9 കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഫ്രം 7 ഓൺവേർഡ്സ് ആക്ച്വലി മെർസിഡീസ് ബെൻസ് ഇന്ത്യ ഒരു ന്യൂ ലൈഫായിട്ട് വന്നതാണ്. ഈ ഒരു എൻഡ് ഓഫ് ദ 2000s വന്നു കഴിഞ്ഞപ്പോഴേക്കും 211 റിഫ്രഷ് വേർഷൻ വന്നു. ആൻഡ് ദാറ്റ് വാസ് മാസീവ്ലി ഇംപ്രൂവ്ഡ് ഓവർ ദ ഏർലിയർ 211s. പിന്നെ യു ഹാഡ് ദ സൂപ്പർബ് 221 S ക്ലാസ്. ആൻഡ് പുതിയ C ക്ലാസ്സും വന്നായിരുന്നു 204, വിച്ച് വാസ് മെർസിഡീസിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സക്സസസ്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വന്നതിൻ്റെ കൂട്ടത്തിലാണ് അവർ W164 M ക്ലാസ്സും കൂടെ ഇറക്കിയത്. അത് സത്യം പറഞ്ഞ ആൾക്കാർക്ക് അത് ഇറ്റ് വാസ് എ വെരി വെൽ റിസീവ്ഡ് കാർ. ഇറ്റ് വാസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. S ക്ലാസിൻ്റെ വില ഉണ്ടായിരുന്നു 164-ന്. അത്യാവശ്യം ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ S ക്ലാസിൻ്റെ കൂടെ അല്ലെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ മേലെ വരെ കയറ്റാൻ പറ്റുന്ന പ്രൈസായിരുന്നു അന്ന് ആ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും പീപ്പിൾ വെയർ ഓക്കെ ടു പേ. കാര്യം ആ ഒരു സൈസും ആ ഒരു പ്രസൻസും ആ ഒരു ക്ലാസി ലുക്സ് എല്ലാം ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്ത്യയിൽ ഇറങ്ങുന്നത് 2 സ്പെക്കിലാണ്. ആദ്യം യു ഹാഡ് ദ 320 CDI വിച്ച് ഇസ് ദിസ് കാർ, ആൻഡ് ദ 350 പെട്രോൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും അത് 350 ഡീസലും 350 പെട്രോളും ആയി. എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. കുറച്ച് ട്യൂണും 350 കുറച്ചുകൂടി എമിഷൻസിന് വേണ്ടി ഒന്ന് സ്ട്രാങ്കിൾ ചെയ്തിട്ടും കൂടെയുണ്ട്. നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 350 ദാറ്റ്സ് എ 3.5 ലിറ്റർ V6 പെട്രോൾ എഞ്ചിനാണ്. ഇന്ത്യയിലത്തെ ആക്ച്വലി 2 എഞ്ചിനും V6 മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. സോ ദാറ്റ് മെയ്ഡ് അബൌട്ട് 276 ഹോഴ്സ് പവർ ആൻഡ് 350 Nm ഓഫ് ടോർക്കാണ്. whereas the 320 CDI and the 350 CDI came with a 3 liter diesel engine, 227 bhp, കുറച്ചുകൂടെ കുറവായിട്ട് നമുക്ക് തോന്നും. പക്ഷേ 510 Nm of torque, and that is delivered beautifully. നമ്മളിങ്ങനെ കാല് കൊടുത്തു കഴിഞ്ഞാൽ it just picks up and goes. And this engine loves to rev. It's so creamy and so beautiful to drive. I can't explain. നമ്മൾ ഒരു ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഓടിക്കുന്നതെന്നൊരു ഫീലിങ്ങും ഇല്ല. ഈ 2-2.5 ടണ്ണുള്ള ഒരു ആനക്കുട്ടിയാണ് ഈ എടുത്തിട്ട് പോകണമെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ആക്ച്വലി ദ ഡീസൽ വാസ് മച്ച് ബെറ്റർ, ഫാസ്റ്റർ, ബെറ്റർ മൈലേജ്, ബെറ്റർ റിലയബിലിറ്റി, എവറിത്തിങ് ദൻ ദ പെട്രോൾ M ക്ലാസിൻ്റെ ഡീസലിനാണ്. ആക്ച്വലി ബെൻസിൻ്റെ ജനറൽ ട്രെൻഡ് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡീസൽസ് ആർ ദ വൺസ് ടു ബൈ. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ അവരതുവരെ കൊടുക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് ഈ വണ്ടിക്ക് കൊടുത്തായിരുന്നു. അത്രയും കാലം നമുക്ക് മെർസിഡീസിൽ വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, സിൽവർ ഇങ്ങനത്തെ സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ M ക്ലാസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻഡ് ദ 221 S ക്ലാസ് ഓൾസോ ദേ ഇൻട്രൊഡ്യൂസ്ഡ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് കളേഴ്സ്, ഇൻട്രസ്റ്റിംഗ് സ്പെക്സ് ആൻഡ് ഓപ്ഷൻസ്. 221 ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. ബട്ട് കമ്പാരിറ്റീവ്ലി M ക്ലാസ്സിന് അവർ കുറേ ഓപ്ഷൻസ് കൊടുത്തു. യു ഹാഡ് 4 ഡിഫറെൻറ്റ് ഓർ 5 അലോയ് വീൽസ് ടു ചൂസ് ഫ്രം. എക്സ്റ്റീരിയർ ബോഡി സ്റ്റൈലിംഗ് പാക്കേജസ് 2 ഉണ്ടായിരുന്നു. ഇൻറ്റീരിയർ 3 ടൈപ്പ് ഉണ്ടായിരുന്നു. അകത്തുള്ള ഫിനിഷസ്, കളേഴ്സ്, എവറിത്തിങ് യു കുഡ് കസ്റ്റമൈസ്. സീറ്റ്സിൻ്റെ മെറ്റീരിയൽ യു കുഡ് കസ്റ്റമൈസ്. സോ ഓഡിയോ സിസ്റ്റം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ വണ്ടികൾക്കുണ്ടായിരുന്നു. ആ സമയത്തുള്ള ഒരു M ക്ലാസ് ഡോക്യുമെൻ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ബ്രോഷറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു നാരോ ഡൗൺ ഓൺ ദി എക്സാക്ട് സ്പെക്സ് ആൻഡ് ഓപ്ഷൻസ് ഓൺ ദീസ് കാർസ്. ഞാൻ പിന്നെ പല ഓണേഴ്സായിട്ടും ആ സമയത്ത് ഉണ്ടായിരുന്നവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് ഞാനിത് കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിനെപ്പറ്റി കിട്ടിയത്. സോ ഐ ഹോപ്പ് ആർക്കെങ്കിലും ഈ വണ്ടി മേടിക്കാൻ ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് വിൽ സെർവ് ആസ് എ കോംപ്രിഹെൻസീവ് ഗൈഡ് ഫോർ ഓൾ ഓഫ് യു. നമ്മുടെ 164 M ക്ലാസിൻ്റെ കാര്യം പറയുമ്പോൾ യു ഹാഡ് എ സ്റ്റാൻഡേർഡ് വേർഷൻ. അതെന്ന് പറയുമ്പോൾ സ്റ്റീൽ സ്പ്രിങ്സ് ആണ്, സസ്പെൻഷൻ എയർമാറ്റിക് അല്ല. യു ഹാഡ് ഹാലജൻ ഹെഡ്ലൈറ്റ്സ്, ആർട്ട് ലെതർ ഇൻറ്റീരിയർ, നോ സൺറൂഫ്, അങ്ങനെ റിയർ AC ഇല്ല.
അങ്ങനെ കുറേ സാധനങ്ങളില്ലാത്ത ഒരു വണ്ടിയായിരുന്നു അതിൻ്റെ ബേസിക് മോഡലായിട്ട് വന്നിരുന്നത്. അതിന് മുകളിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും യു കുഡ് മോറോലെസ് ഇൻഡിവിജ്വൽ സ്പെക്കിംഗ് ആയിരുന്നു ഓരോ സാധനങ്ങൾ. പക്ഷേ മിക്ക വണ്ടികളും ഡീലർ സ്പെക്ഡ് ആയിട്ടാണ് വന്നത്. ദർ ആർ വെരി വെരി ഫ്യൂ കാർസ് വിച്ച് വെർ ആക്ച്വലി കസ്റ്റം സ്പെക്ഡ് ബൈ ദ എൻഡ് കസ്റ്റമർ. പിന്നെ നമ്മൾ കാണുന്ന ഒരു വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എമാറ്റിക് സസ്പെൻഷൻ ഉണ്ടാവും, റിയർ AC വന്നിട്ടുണ്ട്, യു ഹാഡ് സെനോൺ ഹെഡ്ലൈറ്റ്സ്, കോർണറിംഗ് ലൈറ്റ്സ് ഒക്കെ ആദ്യമായിട്ട് വരുന്ന വണ്ടിയാണ് 164. സോ യു ഹാഡ് കോർണറിംഗ് ലൈറ്റ്സ് ആൻഡ് ഹെഡ്ലൈറ്റ് വാഷേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അങ്ങനത്തെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ യു ഹാഡ് ദ ടോപ്പ് സ്പെക് കാർ which came with everything, you know, all the options ticked up. You had the better stereo, you had you know the improved lights, ഈ നേരത്തെ പറഞ്ഞ കോർണറിംഗ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാകും, ഹെഡ്ലൈറ്റ് വാഷേഴ്സ് ഉണ്ടായിരുന്നു, എയർ സസ്പെൻഷൻ ആണ്. പിന്നെ യു ഹാഡ് സംതിങ് കോൾഡ് ദ സ്പോർട്ട് കിറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു. യു ഹാഡ് ദ എക്സ്റ്റീരിയർ സ്പോർട്ട് കിറ്റ് ആൻഡ് ദി ഇൻറ്റീരിയർ സ്പോർട്ട് കിറ്റ്. ഈ വണ്ടി ഇസ് ആക്ച്വലി ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ വൺ ഓഫ് ദി ഹയസ്റ്റ് സ്പെക്ട് 164s ഇൻ ദ കൺട്രി. ഇപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ സ്പോർട്ട് കിറ്റ് ഉണ്ട്. സ്പോർട്ട് കിറ്റിൽ ഗ്രില്ല് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഗ്രില്ല് സ്പോർട്ടിൻ്റെ ഗ്രില്ലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ലേറ്റർ ഓൺ ഇൻ ലൈഫ്. സൈഡിൽ നമുക്ക് ഈ അലുമിനിയം ഫുഡ് സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം വരും. അതേപോലെ യു ഹാഡ് ദ ബിഗർ വീൽസ്, യു ഹാഡ് ബമ്പറിൻ്റെ അടിയിൽ ആ സ്പോർട്ടി ക്ലാഡിംഗ് ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ഓപ്ഷൻ ചെയ്തിരിക്കുന്ന 19 ഇഞ്ച് AMG വീൽസാണ് ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. അഗൈൻ അഡീഷണൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിലെ ടയർ കാരിയറാണ്. അത് ഈവൺ ദോ യു ടുക്ക് ദ സ്പോർട്ട് കിറ്റ്, ടയർ കാരിയർ വാസ് എൻ എക്സ്ട്രാ ഓപ്ഷൻ. പിന്നെ അധികം വണ്ടികളിലെ ഓപ്ഷൻ ഇല്ലാത്തൊരു സാധനം ഇസ് ദ സ്പോർട്ട് ഇൻറ്റീരിയർ. ആൻഡ് ആ സാധനം കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ മേടിക്കാനുള്ള മെയിൻ ഒരു കാരണം. സ്പോർട്ട് കിറ്റ് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സാധനമാണ്. യു ഹാവ് ദീസ് സ്പോർട്സ് സീറ്റ്സ്. സാധാരണ M ക്ലാസിൻ്റെ സീറ്റ്സ് കുറച്ച് ഫ്ലാറ്റ് ലക്ഷൂറിയസ് സീറ്റ്സ് ആയിരിക്കും. ബട്ട് ദീസ് ആർ സൂപ്പർബ്ലി കംഫർട്ടബിൾ സ്പോർട്സ് സീറ്റ്. സൈഡ്സ് ലെതറാണ്, നടുക്കിൽ ആൽക്കൻടാര ഫിനിഷാണ് വന്നിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ദാറ്റ് ഫിനിഷ് എവ്രിവെയർ. നമുക്ക് ബ്ലാക്ക്, ഇതൊക്കെ ഡോർ പാഡ്സിലാണെങ്കിൽ അടിയിലൊക്കെ ആ ഒരു ബ്ലാക്ക് സോഫ്റ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. യു ഹാവ് ആൽക്കൻടാര സീറ്റ്സ് ഇൻ ദ റിയർ ഓൾസോ. അതേപോലെ ഈ ഒരു കുറച്ചുകൂടെ ബോൾസ്റ്റേഴ്സും കോൺടോർസും ഒക്കെയുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ഫുൾ പവർഡ് സീറ്റ്സ് ആണ്. ആൻഡ് ഇവിടെ ഒരു 4 കാർബൺ ഫൈബർ ഫിനിഷാണ് ആ കാലത്ത് കൊടുത്തിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്ഷൻ. സാധാരണ മിക്ക വണ്ടിക്ക് ഇവിടെ വുഡാണ് വരിക, അല്ലെങ്കിൽ അലുമിനിയം, അല്ലെങ്കിൽ യു ഹാവ് ബേസ് ബ്ലാക്ക്. പക്ഷേ ഈ വണ്ടി സ്പെക്ട് സോ വെൽ ബൈ ദ ഫസ്റ്റ് ഓണർ ദാറ്റ് ഇതിൻ്റെ ഈ നടുക്കിലൊക്കെ ഫുൾ ഒരു കാർബൺ ഫൈബർ ഫിനിഷാണ്. ഇവിടെ യു ഹാവ് ബ്രഷ്ഡ് അലുമിനിയം ആക്സെൻറ്റ്സ് ഓൾ ഓവർ ദ ക്യാബിൻ ആൻഡ് ദേ ലുക്ക് ഫാൻറ്റാസ്റ്റിക്. ആൻഡ് താങ്ക്ഫുള്ളി ഈ വണ്ടിക്ക് ബേസ് ഇൻറ്റീരിയർ അല്ല. അതുകൊണ്ട് തന്നെ യുനോ ഇറ്റ്സ് ഏജ്ഡ് വെരി വെൽ. ഇത്രയും കൊല്ലം 16 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് യുനോ ഇറ്റ്സ് ഹെൽഡ് അപ്പ് ഫിനോമിനലി വെൽ. അതൊക്കെയാണ് ഓപ്ഷൻസിൻ്റെ കാര്യങ്ങൾ. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു ജനറേഷൻസ് പറയുമ്പോൾ 164 ബേസിക്കലി 3 വേർഷൻസാണ് വന്നിട്ടുള്ളത്. യു ഹാവ് ദ പ്രീ ഫേസ് ലിഫ്റ്റ്, യു ഹാവ് ദ ഫേസ് ലിഫ്റ്റ് ആൻഡ് യു ഹാവ് ദ ഗ്രാൻഡ് എഡിഷൻ. ആദ്യം വന്ന വണ്ടികളെല്ലാം പ്രീ ഫേസ് ലിഫ്റ്റാണ്. അതിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു അടിഭാഗം സ്ട്രെയിറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റ് വണ്ടികൾക്ക് ഹെഡ്ലൈറ്റ് ചെറുതായിട്ട് ഒരു കിങ്ക് ഉണ്ടാവും അടിയിൽ, ലൈക്ക് വാട്ട് യു സീ ഓൺ ദിസ് കാർ. ആൻഡ് അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നിട്ടുള്ള വണ്ടിയാണ് ഗ്രാൻഡ് എഡിഷൻ എന്ന് പറയുന്നത്. ഗ്രാൻഡ് എഡിഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അടിയിലത്തെ ഫോഗ് ലൈറ്റൊക്കെ മിസ്സിങ് ആയി. അവിടെ ഒരു LED DRL വന്നു, റിയർ ടെയിൽ ലൈറ്റ്സ് LED ആയി. അതേപോലെ ഇറ്റ് ലോസ്റ്റ് ഓൾ ദി ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻസ് ദാറ്റ് യു ഹാഡ്. ഈ പറഞ്ഞ സ്പോർട്ട് പാക്ക് എക്സ്റ്റീരിയർ, സ്പോർട്ട് പാക്ക് ഇൻറ്റീരിയർ, അങ്ങനത്തെ സാധനങ്ങൾ, വെറൈറ്റി കളറുകൾ, അതൊക്കെ പോയി. ദ ഗ്രാൻഡ് എഡിഷൻ ബിക്കേം ജസ്റ്റ് അനദർ മെർസിഡീസിൻ്റെ ലക്ഷറി SUV. ഇറ്റ്സ് എ നൈസ് കാർ, ഒന്നും പറയാനില്ല. ബട്ട് എൻ്റെ മനസ്സിൽ ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻസ് പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഹാഡ് വെരി നൈസ് ഒരു പൈപ്പ് ഫിനിഷൊക്കെ ഉള്ള ലെതർ സീറ്റൊക്കെ ആയിരുന്നു. ബട്ട് ദെൻ അഗൈൻ നത്തിങ് കംസ് ക്ലോസ് ടു ദീസ് ഫാൻറ്റാസ്റ്റിക് സ്പോർട്സ് സീറ്റ്സ്. അപ്പോൾ അങ്ങനെ 3 വേർഷൻസാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നൗ നമുക്കിതിൻ്റെ കുറച്ചൊരു ഇന്ത്യൻ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം കിട്ടി. ആൻഡ് ഈ വണ്ടി വളരെയധികം വർഷങ്ങൾ ഓടി. ഒരു 2012-13 വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട്, W164 ജനറേഷൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 166 വന്നത്, വേർ ഇറ്റ് ബിക്കെയിം ജസ്റ്റ് അനദർ SUV. ആ ഒരു ക്യാരക്ടർ കുറേയൊക്കെ പോയി. ഇപ്പം നമുക്കിതിൻ്റെ സ്റ്റൈലിങ്ങും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇറ്റ് ആക്ച്വലി ലുക്സ് വെരി പേർപ്പസ്ഫുൾ. ഒരു പ്രോപ്പർ SUV എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫീല് തന്നെ തരുന്നൊരു വണ്ടിയാണിത്. ഇപ്പോൾ എല്ലാം ഒരു ക്രോസ് ഓവറിഷ് ബ്ലോബ്സും ബബിൾസും ആയി കഴിഞ്ഞപ്പോഴേക്കും ദിസ് വൺ ലുക്സ് ലൈക്ക് എ പ്രോപ്പർ SUV. നമുക്കിങ്ങനെ ബോണറ്റിലോട്ട് നോക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു ബൾജസും കാര്യങ്ങളും ഇസ് റിയലി നൈസ്. 2 എയർ വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബോണറ്റിൻ്റെ മേത്ത്. ആൻഡ് ദോസ് ആഡ് ക്യാരക്ടർ ക്വൈറ്റ് വെൽ.
വീൽ ആച്ചസ് ആർ റിയലി ഫ്ലെയർഡ്. നല്ലൊരു ക്യാരക്ടർ ഡിഫൈനിങ് ലൈൻസ് ഓൾ അറൗണ്ട് ദ കാർ ഉണ്ട്. ആൻഡ് ആ ഫ്രണ്ടിൽ നിന്ന് റിയറിലോട്ട് പോകുന്ന ആ ഒരു ക്യാരക്ടർ ലൈൻ ആൻഡ് ദ റിയർ ഫ്ലെയർഡ് വീൽ ആച്ചസ് ലുക്ക് ബ്രില്യൻറ്റ് ഇഫ് യു ആസ്ക് മീ. ആൻഡ് ഇവൻ്റെ ഫേവററ്റ് ഭാഗം എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇസ് ദ റിയർ എൻഡ് ഓഫ് ദ കാർ. And especially on the cars with the spare wheel on the tail, it looks like nothing else. ഭയങ്കര ക്യാരക്ടറാണ്, ഭയങ്കര ഒരു പവർഫുൾ, ഒരു പേർപ്പസ്ഫുൾ ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി ബാക്കിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റൈലിംഗ് അതർവൈസ് ഓൾസോ ഇറ്റ്സ് റിയലി വെരി ടൈഡി. നമുക്ക് 163 ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും നല്ലൊരു 164 നമ്മൾ റോഡിൽ കാണുവാണെങ്കിൽ ഇറ്റ് സ്റ്റിൽ ഫീൽസ് വെരി അപ് ടു ദ ടൈംസ്. പലരും വന്ന് പോയിട്ടുണ്ട് ഇത് ഇപ്പോഴും പ്രൊഡക്ഷനിലുള്ള വണ്ടിയാണോ എന്നുള്ളത്. സോ മെർസിഡീസ് കംപ്ലീറ്റ്ലി നെയിൽ ദ സ്റ്റൈലിംഗ് ഓൺ ദിസ് കാർ. ആൻഡ് ഗ്ലാസ് ഹൗസ് ആണെങ്കിലും നല്ലൊരു വലിയൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്. ആൻഡ് ഈ വണ്ടിയിൽ എസ്പെഷ്യലി വിത്ത് ദ ബ്ലൂ ടിൻറ്റഡ് ഗ്ലാസസ് ഇറ്റ് ലുക്സ് വെരി നൈസ്. എക്സ്റ്റീരിയർ കളർ കോൺട്രാസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയുമ്പോൾ മിസ് ചെയ്യാൻ പറ്റാത്ത എലിഫന്റ് ഇൻ ദ റൂം ഇസ് ദ കളർ ഓൺ ദിസ് കാർ. ഇറ്റ് ഇസ് പെരിക്ലാസ് ഗ്രീൻ മെറ്റാലിക് ആൻഡ് ഇതൊരു സ്പെഷ്യൽ ഓർഡർ ഷെയ്ഡാണ്. ആക്ച്വലി മെർസിഡീസിന് ഇത് അവർക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെ ഇവിടെ സംഭവിച്ചു എന്നുള്ളത്. ബട്ട് എന്തായാലും ഈ വണ്ടി അങ്ങനെ വന്നു. ഇതിൻ്റെ ഓർഡർ ഹിസ്റ്ററിയും കുറച്ച് കഥകളൊക്കെ പറയാം. ആൻഡ് ദിസ് ഇസ് ദി ഓൺലി പെരിക്ലാസ് ഗ്രീൻ എം ക്ലാസ് ഇൻ ഇന്ത്യ. നമ്മളിതിൻ്റെ ബാക്കി ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ദ ഡാഷ് ബോർഡ് എവറിത്തിങ് ഇസ് ലേഡ് ഔട്ട് ബ്യൂട്ടിഫുള്ളി. ഇത്രയും കൊല്ലമായിട്ടും തീരെ ഒരു ഡേറ്റഡ് ഏജ്ഡ് ലുക്കില്ല. അതാണ് 163 ജനറേഷൻ എന്നുള്ള ഏറ്റവും വലിയൊരു അപ്ഗ്രേഡ് ഇഫ് യു ആസ്ക് മീ. നമുക്കിപ്പോൾ നോക്കുമ്പോഴും ദ ഡാഷ് ബോർഡ് ഇസ് സ്റ്റിൽ വെരി കറണ്ട്, കാണാൻ വളരെ മോഡേൺ ആണ്. ഓൾ മെറ്റീരിയൽസ് ആർ ബ്രില്യൻറ്റ്. കാര്യം എല്ലാം എവിടെ നോക്കിയാലും നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. ഡാഷിൻ്റെ ടോപ്പിലും ബോട്ടത്തിലായാലും സോഫ്റ്റ് ടച്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കാലൊക്കെ ചാരി വയ്ക്കുന്ന ഏരിയ ഇസ് ഓൾ സോഫ്റ്റ് ടച്ച്. ഡോർസ് ആർ ഓൾ സോഫ്റ്റ് ടച്ച്. ആൻഡ് ലെതർ ഇത്രയും കൊല്ലമായിട്ട് എവിടെയും ദർ ഇസ് നോ ക്രാക്കിംഗ്, നോ ഏജിങ്, നത്തിങ്. സോ ദാറ്റ് ഈസ് ബ്രില്യൻറ്റ്. മീറ്റർ കൺസോൾ ആണെങ്കിൽ ഐ റിയലി ലൈക്ക് ദ വേ ഇറ്റ് ലുക്സ്. കാര്യം നല്ലൊരു MID ഡിസ്പ്ലേ ഉണ്ട്. ആൻഡ് രണ്ട് ചില ജെറ്റ് എഞ്ചിനൊക്കെ ഇരിക്കുന്ന പോലത്തെ രണ്ട് ഒരു പോഡ്സിൻ്റെ അകത്താണ് ഇതിൻ്റെ മീറ്റേഴ്സ് രണ്ടും ഇരിക്കുന്നത്. ആൻഡ് ദേ ആർ വെരി സിമ്പിൾ ലെജിബിൾ മീറ്റേഴ്സ്. ഒരു ക്ലോക്ക് ഉണ്ട്, വലിയൊരു ഫ്യൂവൽ ഗേജ് ഉണ്ട്, ഒരു ഡിജിറ്റൽ ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്. ഇറ്റ്സ് ഓൾ വെരി ലോജിക്കലി ലേഡ് ഔട്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം വളരെ ലെജിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിലും ഇറ്റ്സ് ദ റൈറ്റ് സൈസ്. ഈ ഒരു സൈസിലുള്ളൊരു SUVക്ക് പറ്റിയൊരു സ്റ്റിയറിംഗ് ആണ്. അടിയിൽ 2 ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷുള്ള സ്റ്റോക്സ് ഉണ്ട്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൽ 2 സ്പോക്സ് ബ്രഷ്ഡ് അലുമിനിയം. ആൻഡ് ദേ ഫീൽ വെരി പ്രീമിയം ആൻഡ് വെരി ഹൈ ക്വാളിറ്റി. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കത് ഇൻഫേമസ് മെർസിഡീസിൻ്റെ സിംഗിൾ ലിവർ കളികളുണ്ട്. ബേസിക്കലി വൈപ്പർ, ലൈറ്റ്, ഫ്ലാഷ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ വാഷർ എല്ലാം കൂടെ ഒറ്റ ലിവറിൻ്റെ അകത്താണ്. ആൻഡ് ദ എക്സിക്യൂഷൻ ഓൺ ദാറ്റ് ഇസ് ഓൾസോ സൂപ്പർബ്. ഒരു ക്രൂസ് കൺട്രോളിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട്. ആൻഡ് റൈറ്റ് സൈഡിൽ 7G-ട്രോണിക്കിൻ്റെ ഗിയർ ഷിഫ്റ്ററുണ്ട്. നമുക്കിവിടെ നടുക്കിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ലോഡ് ഓഫ് ഓപ്ഷൻസ് ഓൺ ദ കൺസോൾ. ഈ വണ്ടിക്ക് 3 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. സോ യു ഹാവ് 2 സോൺസ് ഫോർ ഫ്രണ്ടിലത്തെ 2 പാസഞ്ചർ ആൻഡ് 1 സോൺ ഫോർ ദ റിയർ പാസഞ്ചർ. അപ്പോൾ അതിനകത്ത് നമുക്ക് തല, കാല്, കൈ എല്ലാവർക്കും ഓരോരുത്തർക്ക് വേണ്ട പോലെ വെക്കാം. സോ ദാറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദർ ഇസ് നോ ഫൈറ്റ്സ് ഇൻ ദ കാർ ഫോർ ദി AC സെറ്റിംഗ്. അതിൻ്റെ അടിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ പാനലുണ്ട്. ബേസിക്കലി അതെല്ലാം സസ്പെൻഷനും ഡ്രൈവ് മോഡ്സിൻ്റെയാണ്. ആദ്യത്തെ ബട്ടൺ നമുക്ക് ഈ സ്പോർട്ട് കംഫർട്ട് എന്നുള്ള ബട്ടൺ ദാറ്റ് സ്വിച്ചസ് ദി ഇലക്ട്രോണിക് ഡാമ്പേഴ്സ് ഫ്രം സ്പോർട്ട് മോഡ് ടു കംഫർട്ട് മോഡ് ഓർ ഡൈനാമിക് മോഡ്. ഡൈനാമിക് അത് ബേസിക്കലി സെൻസ് ചെയ്തിട്ട് അത് തന്നെ അത് വെക്കും സ്റ്റിഫ് ആക്കണോ സോഫ്റ്റ് ആക്കണോ എന്നുള്ളത്. ദാറ്റ് ഇസ് വേർ ഐ ലീവ് ഇറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അതിൻ്റെ അടുത്തുള്ളത് ESP ഓഫ് വിച്ച് വി ഡോണ്ട് റിയലി പ്ലേ അറൗണ്ട് വിത്ത്. പിന്നെ ഉള്ളത് ഹിൽ അസെൻറ്റ് കൺട്രോൾ, ഹിൽ ഡിസെൻറ്റ് കൺട്രോളിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട്. പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഉണ്ട്. ആൻഡ് പിന്നെ കാണുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ എയർമാറ്റിക്കിൻ്റെയാണ്. ഹൈറ്റ് പൊക്കാനും താത്താനായിട്ടും ഉപയോഗിക്കുന്നതാണ്. സോ എയർമാറ്റിക് അഗൈൻ സസ്പെൻഷൻ അത്ര അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാഡ് റോഡ്സും കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ നമുക്ക് ഹൈറ്റ് കൂട്ടാം, ആവശ്യം കഴിയുമ്പോൾ കുറയ്ക്കാം. ആൻഡ് ഈവൺ നമ്മൾ ഹൈറ്റ് കൂട്ടി വെച്ചാലും ഒരു സ്പീഡിന് മേലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നൈസായിട്ട് തിരിച്ച് താന്ന് അതിന് വേണ്ട ഹൈറ്റിലോട്ട് വന്നോളും. പിന്നെ ഉള്ളത് എനിക്കിതിനകത്ത് ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ആർ ദീസ് കപ്പ് ഹോൾഡേഴ്സ്. 2 വലിയ കപ്പ് ഹോൾഡേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് സൈസസ്. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയ സ്പ്രിങ് ലോഡഡ് 4 കാലുകളുണ്ട്. ആൻഡ് വാട്ട് എവർ യു കീപ്പ് ഓൺ ഇറ്റ് അത് ടക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ലോക്കാവും അതിനകത്തോട്ട്. സോ ആടിക്കളിക്കലോ ഇച്ചിരി വലുതായാലും ചെറുതായാലും എന്താണെങ്കിലും ഈ ആടിക്കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇറ്റ്സ് ഓൾ വെൽ ലോക്ക്ഡ് ഇൻ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു ഹാവ് ഒരു പുൾ ഔട്ട് ഒരു ആഷ്ട്രേയും സാധനങ്ങളുണ്ട്. ഒരു സിഗരറ്റ് ലൈറ്റർ സ്ലോട്ടും വിച്ച് ഇസ് യുവർ പവർ സോക്കറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്.
ഓഡിയോ സിസ്റ്റം ക്വൈറ്റ് ബേസിക് ഹാർമൺ കർഡനാണ്, പക്ഷേ വേറെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒന്നുമില്ല. കാര്യം ആ സമയത്ത് ബ്ലൂടൂത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. താങ്ക്ഫുള്ളി ഈ വണ്ടിക്ക് ഓക്സ് ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അതിൽ നടന്നു പോക്കോളും. പിന്നെ ഈ ഗ്ലവ് ബോക്സിൻ്റെ അകത്ത് ഒരു 6 CD ചേഞ്ചറും കൂടെ ഉണ്ട്. അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോർസ് ആർ ഓൾസോ വെരി നൈസ്ലി കുഷ്യൻഡ്. ഇവിടെ നമ്മൾ കൈ വയ്ക്കുന്ന ഭാഗമൊക്കെ അത്യാവശ്യം വെരി കംഫർട്ടബിളാണ്. ഹാൻഡിൽസും ഭയങ്കര നല്ലതാണ്. ദ ഗ്രിപ്പ് ഓൺ ദാറ്റ് ഇസ് ഓൾസോ വെരി നൈസ്. അവിടുത്തെ സ്റ്റിച്ചിങ്ങും എല്ലാം വളരെ അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് എനിക്കിഷ്ടമുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇസ് ദ സൺവൈസേഴ്സ്. സൺവൈസർ നമ്മൾ സാധാരണ ഇങ്ങനെ താത്തുമ്പോഴായിരിക്കും ഇവിടെ കിടന്ന് വെയിൽ കളിക്കുന്നത്. സോ നമുക്ക് ഈ സൺവൈസർ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് വൺ മോർ സൺവൈസർ നമുക്ക് ഇവിടെ എങ്ങനെ വെക്കാം. അതാവുമ്പോൾ ലിറ്ററലി നമുക്ക് ഏത് സൈഡിൽ നിന്നാണെങ്കിലും വെയിലടിക്കില്ല. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സൺവൈസറിൻ്റെ മിറർ ഉപയോഗിക്കുമ്പോൾ അവിടെ ലൈറ്റ് നമ്മൾ സ്ലൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വരും. ക്യാബിൻ ലൈറ്റ്സിൻ്റെ വലിയൊരു കൺസോളാണ്. ആ സമയത്തുള്ള 211 എല്ലാത്തിനും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയൊരു മാസീവ് കൺസോളാണ്. നമ്മൾ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ്ലി നമ്മളിവിടെ ക്യാബിൻ ലൈറ്റ് ഓൺ ആക്കിയാൽ ക്യാബിൻ ലൈറ്റ് വരുന്നത് ഇവിടെയാണ്. ആസ് ഇൻ മാപ്പ് ലൈറ്റ് വരുന്നത് ഈ മിററിൻ്റെ അടിയിലാണ് 2 തന്നെ. അതുകൊണ്ട് ഒരിക്കലും കണ്ണിലടിക്കില്ല. പിന്നെ ഒരു ബെൻസിൻ്റെ ക്ലാസിക് ഫീച്ചറായ നമുക്ക് ബാക്കിലത്തെ റൂഫ് ലൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്യാനും പറ്റും. ദാറ്റ്സ് റിയലി നൈസ്. ആൻഡ് ഒരു ചെറിയ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയറിലെ റൂഫ് ലൈറ്റ് ഫ്രണ്ടിൽ നിന്ന് ഓൺ ആക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ എന്തെങ്കിലും തപ്പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ളൊരു ഇതിൽ അടിയിൽ ഫുട്വെൽ ലൈറ്റ്സ് ഉണ്ട്. ആ ഫുട്വെൽ ലൈറ്റ്സും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഓണായി വരും. സോ ദാറ്റ്സ് ഓൾസോ ഇങ്ങനത്തെ ചെറിയ ചെറിയ അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുമ്പോൾ മാത്രം മനസ്സിലാവുന്നൊരു സാധനമാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. പിന്നെയുള്ളത് റിയർ സീറ്റ്സ് ആണ്. റിയർ സീറ്റ്സ് അഗൈൻ ഈ സ്പോർട്ട് പാക്കുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാം. അഗൈൻ അൽക്കൻറ്റാറയും ലെതറുമാണ് ഫുള്ള് കൊടുത്തിരിക്കുന്ന വണ്ടിയിൽ. ഇറ്റ്സ് ഓൾസോ വെരി കംഫർട്ടബിൾ. ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള SUV നോക്കുന്ന സമയത്ത് X5 അങ്ങനത്തെ വേറെ വണ്ടികളൊക്കെ നോക്കിയതാണ്. ആൻഡ് X5 ഒക്കെ റിയർ സീറ്റ് ആക്ച്വലി ക്വൈറ്റ് ബാഡ്. കയൻ്റെയും റിയർ സീറ്റ് എക്സ്പീരിയൻസസ് ഓക്കെ. കയൻ്റെ പിന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി റിയർ എക്സ്പീരിയൻസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് എങ്കിലും റിയർ സീറ്റ് എനിക്ക് ആ 2 വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ I felt the M class was much better. Rear seat comfort is actually quite nice. Leg space is plentiful. Recline angle വലിയ കുഴപ്പമൊന്നുമില്ല. അവരൊരു റിക്ലൈനിങ് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. They could have given it, but it's not there. പക്ഷേ റിയറിലാണെങ്കിലും ദ ആംറസ്റ്റ് ഇസ് വെരി കംഫർട്ടബിൾ. അതേപോലെ 2 കൈ വയ്ക്കുന്ന പൊസിഷൻസും അഗൈൻ ആസ് ഓൾവേസ് മെർസിഡീസിൻ്റെ ഇറ്റ്സ് പെർഫെക്റ്റ്. നടുക്കിൽ ഒരു റിയർ AC വെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിയർ AC വെൻറ്റ് മാത്രമല്ല, അവർക്ക് ബാക്കിൽ വേറെ ടെമ്പറേച്ചറും അതേപോലെ ഫാൻ സ്പീഡും അതേ എയർ ഏത് സൈഡിലോട്ട് വരണം എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം റിയർ സീറ്റുകാർക്ക് മെർസിഡീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ബൂട്ട് സ്പേസ് ആണെങ്കിലും വെരി പ്രാക്ടിക്കൽ ഫ്ലാറ്റ് ലോഡിംഗ് ബേ ആണ്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിക്ക് പിന്നെ ബാക്കിൽ ആ വീലുള്ളതുകൊണ്ട് തന്നെ അത് തുറന്നിട്ട് വേണം ബൂട്ട് തുറക്കാനായിട്ട്. സോഫ്റ്റ് ക്ലോസ് ഡോറും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി എ വെരി യൂസബിൾ പ്രാക്ടിക്കൽ കാർ. നമ്മളിതിനെ അറ്റ്ലീസ്റ്റ് ഞാനിതിനെ ഒരു ആർഭാട വസ്തുവായിട്ടല്ല, ദിസ് ഇസ് എ കാർ വിച്ച് ഇസ് യൂസ്ഡ്. സോ പിന്നെ ലോങ് ട്രിപ്പ് പോകാനും ഫാമിലി ഡ്രൈവ്സ് പോകാനായിട്ടും എല്ലാത്തിനായിട്ടും ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഇത്. ആൻഡ് ഇങ്ങനത്തെ ചെറിയ പ്രാക്ടിക്കൽ തിങ്സ് ലൈക്ക് ദ ഗുഡ് ബൂട്ട് സ്പേസ് ആൻഡ് ദ പവർഫുൾ എൻജിൻ ആൻഡ് ദ ക്വിക്ക് ഷിഫ്റ്റിംഗ് ഗിയർ ബോക്സ്, ഓൾ ഓഫ് ദാറ്റ് ആഡ് ടു എ ലോട്ട് ഓഫ് ഫൺ. ആൻഡ് നമ്മളിങ്ങനെ ഒരു ഹൈവേയിലൊക്കെ പോകുമ്പോൾ തീരെ സ്ട്രെസ് ഇല്ലാണ്ട് നമുക്ക് 1000 കിലോമീറ്ററൊക്കെ പോകണമെങ്കിലും അതിന് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പിന്നെ ഹൗസ് ഇറ്റ് ടു ഡ്രൈവ് എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്രോളിൽ വളരെ ലിമിറ്റഡ് എക്സ്പീരിയൻസേ ഉള്ളൂ. ഐ ഫൗണ്ട് ഇറ്റ് ഓക്കെ, ഇറ്റ് വാസ് വെരി സ്മൂത്ത്. പക്ഷേ എനിക്ക് അതിന് വേണ്ട ആ ഒരു ഈ പഞ്ച് പെട്രോളിന് കിട്ടൂല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ആ 350 എൻജിൻ ഇസ് നൈസ്. ഒരു E ക്ലാസ്സിൽ അടിപൊളിയാണ്, S ക്ലാസ്സിൽ ഓക്കെയാണ്. പക്ഷേ M ക്ലാസ്സും ഇതിൻ്റെ സൈസും ഇതിൻ്റെ ഷേപ്പും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും ആ എൻജിൻ ഫീൽസ് ലിറ്റിൽ ലാക്ക് ലസ്റ്റർ. Whereas the diesel ഒരു ടോർക്ക് മോൺസ്റ്ററാണ്. 510 Nm at that time is quite a lot. And the way it delivers is also very nice, very smooth, creamy ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. ഗിയർ ബോക്സ് അഗൈൻ ക്ലാസിക് മെർസിഡീസ് ഗിയർ ബോക്സ് ആണ്. നമ്മളിതിനൊരു ZF8 BMW ഗിയർ ബോക്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. 7Gtronic അന്നും ലേസിയാണ്, ഇന്നും ലേസിയാണ്, എന്നും ലേസി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്. എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പോണേ എന്നുള്ള ചോദ്യമാണ് അത് പലപ്പോഴും ചോദിക്കാറുള്ളത്. ബട്ട് ഡോണ്ട് മിസ്റ്റേക്ക് മീ, അത് അങ്ങനെ ഒരു ഡെഡ് ഗിയർ ബോക്സ് ഒന്നും അല്ല. അങ്ങനെയാണ് മെർസിഡീസ് അതിനെ ട്യൂൺ ചെയ്ത് വിട്ടിരിക്കുന്നത്. കാര്യം അവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസും അവരുടെ ഒരു ടാർഗറ്റ് ഡ്രൈവ് എക്സ്പീരിയൻസിനും വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഉള്ളത്
സ്റ്റിയറിംഗ് ഓൾ ഓഫ് ദാറ്റ് അഗെയിൻ ഇതൊരു ഭയങ്കര സ്പോർട്ടി SUV ആയിട്ടല്ല മെർസിഡീസ് ഉണ്ടാക്കിയത്. ഇറ്റ് ഈസ് എ ഗുഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ എ പ്രോപ്പർ ലക്ഷറി SUV ആൻഡ് എ സ്പോർട്ടി കാർ. ഇപ്പോൾ നമുക്ക് X5 പറയുവാണെങ്കിൽ ദ ഡ്രൈവർ വിൽ ബി വെരി ഹാപ്പി, എവറിബഡി എൽസ് വിൽ ഹേറ്റ് ഇറ്റ്. ഇത് ഞാൻ പറയുന്നതെല്ലാം ഈ ഒരു ജനറേഷനിലുള്ള വണ്ടികളാണ്, കറണ്ട് X5നെ കുറിച്ചിട്ടല്ല. ബട്ട് ഇതിൻ്റെ ഈക്വലൻറ്റ് വന്നിരുന്ന X5 നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മോർ ഡ്രൈവർ ഓറിയൻറ്റഡ് കാർ. റിയർ സീറ്റ് പാസഞ്ചേഴ്സിൻ്റെ കാര്യം വളരെ മോശമായിരുന്നു. ആൻഡ് ബാക്കി ഫീൽ ഗുഡ് ഫാക്ടേഴ്സൊക്കെ കുറച്ച് കുറവായിരുന്നു. വേറെസ് അപ്പുറത്ത് Q7 വിച്ച് കെയിം എ ലിറ്റിൽ ലേറ്റർ, പക്ഷേ എങ്കിലും Q7 നോക്കുകയാണെങ്കിൽ Q7 ഒരു പ്രോപ്പർ സ്കൂൾ ബസ്സാണ്. അത് അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് ആസ് ഇൻ കംഫേർട്ട്, സുഖമായിട്ടിരുന്ന് സോഫ പോലെ പോകാനുള്ളൊരു വണ്ടിയായിട്ടാണ് Q7 ഉണ്ടായിരുന്നത്. സോ ഇത് രണ്ടിൻ്റെ ഇടയിൽ ഇറ്റ് ആക്റ്റഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സംതിങ് ദാറ്റ് വാസ് കംപ്ലീറ്റ്ലി ഒരു ലക്ഷറി ഓറിയൻറ്റഡ് ആൻഡ് സംതിങ് ദാറ്റ് വാസ് കംപ്ലീറ്റ്ലി ഒരു സ്പോർട്ടി ഓറിയൻറ്റഡ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു ബാലൻസാണ്. നമുക്ക് സമാധാനമായിട്ട് ഓടിക്കണമെങ്കിൽ സമാധാനമായിട്ട് ഓടിച്ചാലും നല്ല കംഫർട്ടുണ്ട്, വണ്ടി അത്യാവശ്യം നല്ലതാണ്. എന്നാൽ ഒന്ന് ഇഫ് യു റിയലി വോണ്ട് ടു ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫൺ, ദി M-Class 164 ഇസ് ഓൾവേസ് ഗെയിം ഫോർ ദാറ്റ് ഓൾസോ. സസ്പെൻഷൻ ആക്ച്വലി ഒരു മിക്സ് ഓഫ് ബോത്ത് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ദെയർ നോർ ഹിയർ. അത്ര സോഫ്റ്റ് അല്ല എന്നാൽ അത്ര ഹാർഡും അല്ല. അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയിലാണ്. ആൻഡ് താങ്ക്ഫുള്ളി നമുക്ക് 3 അഡ്ജസ്റ്റബിൾ മോഡ്സ് ഉണ്ട്. യു ഹാവ് സ്പോർട്ട് മോഡ്, കംഫർട്ട് മോഡ് ആൻഡ് ഒരു ഡൈനാമിക് മോഡ്. അത്യാവശ്യം നല്ല വ്യത്യാസമാണ് ഈ 3 മോഡുകൾ തമ്മിൽ. ആൻഡ് ഹൈവേയിൽ ജനറലി ഇറ്റ് ഈസ് ബെറ്റർ ടു ലീവ് ഇറ്റ് ഓൺ ഡൈനാമിക് ഓർ സ്പോർട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഒലച്ചിൽ പോലെ ഉണ്ടാവും. സ്ലോ സ്പീഡ്സിൽ കംഫർട്ട് മോഡിലിട്ടാൽ ഇറ്റ്സ് ഫൈൻ. ദെൻ അഗൈൻ ഈ ഒരു കാര്യം കുറച്ച് കൂടിയ M-Classന് മാത്രമേ ഉള്ളൂ. കുറഞ്ഞ വണ്ടികൾക്ക് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ്. Again, on a reliability point of view or cheap maintenance point of view, coil springs are better. പക്ഷേ എയർമാറ്റിക് ഉള്ള വണ്ടിയാണെങ്കിൽ ദൈവത്തോർത്ത് അത് എയർമാറ്റിക് മാറ്റിയിട്ട് കോയിൽ സ്പ്രിങ് ആക്കരുത്. ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ എ ഡീസൻ്റ്ലി ബിൽഡ് സിസ്റ്റം. നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ മെയിൻ്റനൻസിൻ്റെ കഥകൾ പറയുമ്പോൾ പറയാം. സോ ഈ കാറിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞല്ലോ, ഈ പെരിക്ലാസ് ഗ്രീൻ എന്നുള്ള വണ്ടി ഒറ്റ വണ്ടിയെ ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളൂ. ഈ വണ്ടി എൻ്റെ കയ്യിൽ കഴിഞ്ഞ കൊല്ലമാണ് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഓണർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ പുള്ളിയുടെ മദറിൻ്റെ വണ്ടിയായിരുന്നു ഇത്. അവരാദ്യമായിട്ട് 2009 കാലഘട്ടത്തിൽ ഷോറൂമിൽ ചെന്ന് ദേ ആർ സീസൺഡ് പ്രീമിയം കാർ ബയേഴ്സ്. അതിനു മുമ്പേ അവരുടെ കയ്യിൽ അന്ന് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്ത Lexus LX 470 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിരുന്നു ഈ വണ്ടി. എന്തായാലും അങ്ങനെ ഷോറൂമിൽ ചെന്ന് S-Class മേടിക്കാൻ പോയ ആൾക്കാരാണ്. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും M-Class കണ്ടു. അങ്ങനെ വണ്ടികൾ ഓപ്ഷൻ ചെയ്യാൻ ആദ്യമായിട്ട് മെർസിഡീസ് ഒരു ടാബ്ലറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയോ കുത്തിക്കളിച്ചുണ്ടാക്കിയതാണ് ഈ കളറും ഈ ഒരു സ്പെക്കും. അവർക്ക് തന്നെ ഇത് പിടികിട്ടിയില്ല എങ്ങനെ ഈ ഒരു കളറ് ആ ഒരു വണ്ടിക്ക് മാത്രം വന്നു എന്നുള്ളത്. ബട്ട് എനിവേസ് അങ്ങനെ കുറേ പെയ്ഡ് ഓപ്ഷൻസ്, എക്സ്ട്രാ ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. യു ഹാവ് ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ലൈക്ക് ഹീറ്റഡ് വൈപ്പർ വാഷർ നോസിൽസ്, ഈ 19-inch വീൽസാണ് വന്നിരിക്കുന്നത്, സ്പോർട്ട് ഇൻറ്റീരിയർ, ആൽക്കണ്ടാറ സീറ്റ് ഫാബ്രിക്, റിയറിൽ സ്പെയർ കാരിയർ, സ്പോർട്ട് എക്സ്റ്റീരിയർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ വണ്ടിയിൽ സ്പെക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ കളർ ഓഫ് കോഴ്സ്, ആൻഡ് കളറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു കളർ കോഡഡ് കാർ കവർ വരെ സ്പെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ. അങ്ങനെ ഈ ഒരു കളറ് അവർ കുറച്ച് വെയിറ്റൊക്കെ ചെയ്ത് കിട്ടിയതാണ്. 3 വണ്ടികളാണ് ഈ കളറിൽ ഇന്ത്യയിലോട്ട് വന്നത്. ഒരെണ്ണം നമ്മുടെ നാട്ടിൽ തന്നെ വന്നിരിക്കുന്ന ഒരു S500 221 ആണ്. പിന്നെ വന്നത് ഒരു CLS ആയിരുന്നു, വിച്ച് വെൻ ടു എ ലാർജ് ടെലികോം ജയൻറ്റ് ആ സമയത്ത്. മൂന്നാമത് വന്നത് ഈ വണ്ടിയായിരുന്നു. അത് ഇവരുടെ കയ്യിലെത്തി, അവരുടെ നിന്ന് എൻ്റെ കയ്യിലോട്ടെത്തി. ഈ വണ്ടി എന്നും ഒരു വെരി കെയർഡ് ഫോർഡായിട്ടൊരു വണ്ടിയായിരുന്നു. നല്ലൊരു ഇൻഡോർ പാർക്കിംഗ് വിത്ത് ക്ലൈമറ്റ് കൺട്രോളൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർക്കിങ്ങിൽ ജീവിച്ചിരുന്നൊരു കാറായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ എടുത്ത് നമ്മുടെ നാട്ടിലോട്ട് വന്നിരിക്കുന്നത്. അഗെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCRൽ ഈ വണ്ടികൾ ഇത്രയും പ്രായം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറേ കൊല്ലം അത് സ്റ്റിൽ ദേ ഹെൽഡ് ഓൺ ടു ദ കാർ. പിന്നെ ഇതൊരു കാറാണ്, ഓടണം, നല്ലൊരു വേർതി ആളെ കിട്ടിയപ്പോൾ അവരത് പാസ്റ്റ് ഇറ്റ് ഓൺ. അങ്ങനെയാണ് ഈ വണ്ടി എൻ്റെ കയ്യിലോട്ട് വരുന്നത്. ആൻഡ് അപ്പോൾ തൊട്ട് ഓണസ്റ്റ്ലി ഇറ്റ്സ് ബീൻ ഒരു കോൺസ്റ്റൻറ്റ്, ഒരു നല്ലൊരു എൻജോയബിൾ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായിരുന്നത്. കാര്യം ഞാൻ അത്രയും കാലം ഒരു SUV തപ്പി നടക്കുമായിരുന്നു, നല്ലൊരു SUV വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നോക്കി പല സാധനങ്ങളും നോക്കി, പലതും വണ്ടികളാണെന്ന് മനസ്സിലായി, പലതും നല്ല വണ്ടികൾ കിട്ടണില്ല എന്നുള്ള പ്രശ്നം. അങ്ങനെ പഠിച്ച് വന്നപ്പോഴാണ് M-Classൽ നാരോ ഡൗൺ ചെയ്തത്.
അത് നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഐ പ്രോബബ്ലി ഗോട്ട് വൺ ഓഫ് ദ നൈസസ്റ്റ് 164s ഇൻ ദ കൺട്രി. അങ്ങനെ ഈ വണ്ടി വന്നു. കുറേ റീബിൽഡിങ് കുറേ കാര്യങ്ങൾ ഞാൻ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആയിട്ട് ഈ വണ്ടിയിൽ ചെയ്തായിരുന്നു. ആൻഡ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5000-6000 കിലോമീറ്റർ ആവുന്നു ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഇറ്റ്സ് ബീൻ a phenomenal journey. I've been very happy with the car, very comfortable. നല്ല മൈലേജാണ്. എങ്ങനെയൊക്കെ ഹൈവേയിൽ ഓടിച്ചാലും 10-14 കിലോമീറ്റർ മൈലേജ് കിട്ടും. ആൻഡ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡ്രൈവിംഗ് അറ്റ് 90. അതിന് നല്ല സ്പീഡിൽ ഓടിച്ചാലും അത്യാവശ്യം നല്ല മൈലേജ് ഈ വണ്ടിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അഗൈൻ ഈ ഒരു 7 സ്പീഡ് ട്രാൻസ്മിഷനും അത്യാവശ്യം നല്ലൊരു അൺസ്ട്രെസ്ഡ് എഞ്ചിനും എല്ലാം ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് എ ഇക്കണോമിക്കൽ കാർ ടു ഡ്രൈവ് അറൗണ്ട് ഓൺ ദാറ്റ് സൈസ്. അപ്പോൾ വിച്ച് ബ്രിങ്സ് അസ് ടു ദ ക്വസ്റ്റ്യൻ, ഷുഡ് യു ബൈ വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ ഐ ബോട്ട് വൺ. അപ്പോൾ ഐ എം പ്രോബ്ലി ദ എന്താ പറയുക ബെസ്റ്റ് ഓർ ദ വേസ്റ്റ് പേഴ്സൺ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. കാര്യം ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ മൊത്തം എല്ലാവരും ഇ ക്ലാസ്സുകൾ, ദർ ഇസ് എ ഹ്യൂജ് ഇൻഫ്ലക്സ് ഓഫ് ഇ ക്ലാസ് ആൻഡ് ദ സി ക്ലാസ്സസ്. അത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ആർ വെരി നൈസ് കാർസ്. നമുക്ക് കൊണ്ടു നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. ദേ ആർ വെരി കംഫർട്ടബിൾ, വെരി റിലയബിൾ, നല്ല വണ്ടി കിട്ടിയാൽ. ആൻഡ് അതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാവരും ഇപ്പോൾ ഒരു ഇ ക്ലാസ് എന്നുള്ളത് സത്യം പറഞ്ഞൊരു ഹോണ്ട സിറ്റി അപ്ഗ്രേഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറെൻറ്റ് ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ആൻഡ് ഒരു SUVക്ക് ജെന്യുവൻലി റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ M ക്ലാസ്സിലോട്ട് എടുത്തത്. ബട്ട് ഇഫ് യു വോണ്ട് എ നൈസ് സ്മോളർ കാർ ഫോർ ഡെയിലി യൂസ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും ഇ ക്ലാസ്സോ സി ക്ലാസ്സോ പറയുള്ളൂ. പക്ഷേ നമുക്ക് കൂടുതലും ഹൈവേ ആണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്, കൂടുതലും ട്രിപ്സ് വിത്ത് 5 പീപ്പിൾ ഓൺ ബോർഡ്, അതേപോലെ കുറേ ലഗേജ് കൊണ്ടുപോകണം, കുറച്ച് ഓഫ് റോഡ് പോകണം, കുറച്ച് വാട്ടർ വെയ്ഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദി M ക്ലാസ് ഇസ് എ സ്പെക്ടാക്കുലർ ബൈക്ക്. സൈസ് കുറച്ച് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂർ പോലത്തെ സിറ്റിക്കകത്ത് ഓടിക്കാനാണെങ്കിൽ നമ്മളൊന്ന് നോക്കി കണ്ടൊക്കെ ഓടിക്കണം. ഇറ്റ് ഈസ് ആക്ച്വലി എ ഫുൾ സൈസ് കാർ. S ക്ലാസിൻ്റെ കൂടെ അതേ പ്രൈസിങ്ങിൽ അതേ സെഗ്മെൻറ്റിലുണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫുൾ സൈസ് കാർ. നമ്മൾ ആ സൈസ് മനസ്സിൽ വെച്ചേക്കണം. പക്ഷേ അതല്ലാണ്ട് നോ റിഗ്രറ്റ്സ്, ഇറ്റ്സ് എ ഫിനോമിനൽ കാർ. നമുക്ക് നല്ലൊരു M ക്ലാസ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ് ആണ്. ഇപ്പോൾ ഒരു M ക്ലാസ് മേടിക്കാനാണെങ്കിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം എല്ലാവരും പറയും അയ്യോ എയർമാറ്റിക്. ഈ എയർമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എയർ സസ്പെൻഷൻ്റെ മെർസിഡീസിൻ്റെ ടേമാണ് എയർമാറ്റിക്. സോ ആ സിസ്റ്റം മനസ്സിലാക്കി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ വെരി ലോജിക്കൽ തിങ് ടു ഹാവ്. പക്ഷേ ആൾക്കാർ ആദ്യം തന്നെ ഈ എയർമാറ്റിക്കുള്ള വണ്ടികളെ എഴുതിത്തള്ളാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ ഔഡീൻ്റെ എയർമാറ്റിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ എയർ റൈഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാര്യം ദാറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. പക്ഷേ മെർസിഡീസിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ സ്ട്രെയിറ്റ് ഫോർവേഡ് സിസ്റ്റം. അത് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നവും, അതേപോലെ 5 ലക്ഷം രൂപയ്ക്ക് S ക്ലാസ് മേടിച്ചിട്ട് 5 ലക്ഷം രൂപയുടെ സെലേരിയോൻ്റെ സ്പെയർ പാർട്സ് പ്രൈസ് വേണമെന്ന് പറഞ്ഞാൽ നടപടിയാവില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നത്തിലാണ് നമ്മളും ഒട്ടുമുക്കാൽ S ക്ലാസ്സുകളും ഈ സസ്പെൻഷൻ ചത്ത് ഇങ്ങനെ ഡെഡായിട്ട് വെയിൽസിനെ പോലെ കിടക്കണ കാണുന്നത്. ബട്ട് എയർമാറ്റിക് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്, അത് ബേസിക്കലി വളരെ സിമ്പിളൊരു സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ഒരു എയർ കംപ്രസറുണ്ട്, ഒരു വാൽ ബ്ലോക്ക് ഉണ്ട്, 4 വീൽസിലും ഒരു ഇലക്ട്രോണിക് കൺട്രോൾ ഷോക്ക് അബ്സോർബറും ഉണ്ട്, അതിനൊരു എയർ ബെല്ലോയും ഉണ്ട്. സോ ഈ എയർ ബെല്ലോ പൊട്ടുമ്പോഴാണ് വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചോദിക്കുമ്പോൾ പറഞ്ഞു അയ്യോ എയർമാറ്റിക് ഒരു സൈഡ് മാറ്റാനായിട്ട് 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ. കമ്പനി കയറ്റി അതൊക്കെ ആവും, സത്യമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദർ ആർ പ്ലെൻറ്റി ഓഫ് ആഫ്റ്റർ മാർക്കറ്റ് ഓപ്ഷൻസ് അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് വൈൽ OE റീപ്ലേസ്മെൻറ്റ്സ് ആർ ഓൾവേസ് ബെസ്റ്റ്. നമ്മളൊരു 20 കൊല്ലം പഴക്കമുള്ള അല്ലെങ്കിൽ 15 കൊല്ലം പഴക്കമുള്ള ഒരു ജർമ്മൻ വണ്ടിക്ക് എല്ലാം OEM സ്പെക് സാധനങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി എക്സ്പെൻസീവ് അഫെയർ. ആഫ്റ്റർ മാർക്കറ്റ് റീപ്ലേസ്മെൻറ്റ്സ് നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ദർ അബൌട്ട് 80-85% ഓഫ് ദി ഒറിജിനൽ തിങ്, എന്നാൽ ലെസ് ദെൻ 10% ഓഫ് ദ പ്രൈസ്. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ എന്തായാലും പോകും ഇതിൻ്റെ ലൈഫ് ടൈമിൽ. പിന്നെ ഉള്ളത് ലൈൻസും സെൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ആദ്യം നമ്മൾ കാണുന്നത് വണ്ടിയുടെ ഫെയിലിയർ എയർമാറ്റിക്കിൽ കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഇരിക്കും, അല്ലെങ്കിൽ 2 സൈഡ് ഇരിക്കും. 4 വീലും കൂടി ഇരിക്കുന്ന വളരെ റെയറാണ്. അതെന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നതല്ല. നമ്മൾ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ ഒരു 10 ദിവസം 20 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ വണ്ടി ചെറുതായിട്ടിരിക്കും. അത് പതുക്കെ 10 ദിവസവും, അത് പതുക്കെ ഒരാഴ്ചയാവും, അത് പതുക്കെ ഒരു ദിവസവും. ഇപ്പോൾ പാർക്ക് ചെയ്താൽ 1 മണിക്കൂർ താഴുന്ന പോലെയാവും. അവിടം വരെ എത്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് സംഭവം. അത് ഈ എയർ ബാഗിൽ ചെറിയ ലീക്ക് വരുന്നതാണ്. എയർ ബാഗ്സ് ബേസിക്കലി റബ്ബർ ബാഗ്സ് ആണ്. അത് ഇത്ര കാലപ്പഴക്കം വരും, 10-15 വർഷം നിന്ന് കഴിയുമ്പോഴേക്കും അത് ഉറപ്പായിട്ടും പോകും. അപ്പോൾ അത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ആൾക്കാർ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇട്ട് വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഇത് സ്റ്റാർട്ടായി വരും. അപ്പോൾ തിരിച്ച് കംപ്രസർ എയർ പമ്പിങ് ചെയ്യുന്നു,
പമ്പിങ് ചെയ്ത് കഴിയുമ്പോൾ ഇത് തിരിച്ച് പൊങ്ങി നിൽക്കുന്നു. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റ് പോകുന്നു, കംപ്രസർ പമ്പ് ചെയ്യുന്നു, ഇത് പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ആ കംപ്രസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കംപ്രസർ ഇസ് ഡിസൈൻ ടു പമ്പ് ദാറ്റ് തിങ് വൺസ്, പിന്നെ ആവശ്യം വരുമ്പോഴേ അത് പമ്പ് ചെയ്യുള്ളൂ, അല്ലാണ്ട് എല്ലാ 2 മിനിറ്റും അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ വാട്ട് കുഡ് ഹാവ് ബീൻ ഫിക്സ്ഡ് ഇൻ 10,000 rupees or 20,000 rupees കുറച്ച് കഴിയുമ്പോഴേക്കും കംപ്രസർ പോവും, വാൽവ് ബ്ലോക്ക് പോവും, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പോവും. അപ്പോഴാണ് വണ്ടി ബിയോണ്ട് ഇക്കണോമിക്കൽ റിപ്പയർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എഴുത്തള്ളുന്നത്. അപ്പോഴും ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ദ കാർ ഇസ് നോട്ട് ബീൻ അബ്യൂസ്ഡ് ഇൻ എനി വേ. നമ്മുടെ ഓണർഷിപ്പിൽ ഈ പറഞ്ഞ സാധനങ്ങളിൽ എല്ലാം ഒരു വട്ടം അടിച്ചു പോകുന്നുള്ള ഒരു ഉറപ്പാണ്. കാര്യം എല്ലാത്തിനും ഇത്ര ഏജ് ആയിട്ടുണ്ട്. യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഇങ്ങനത്തെ സാധനങ്ങൾ പോവും. ഇത്രയും സാധനങ്ങൾ മാറ്റാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ എയർമാറ്റിക് കൊണ്ട് വേറെ അടുത്തൊരു 5-8 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റും, മര്യാദയ്ക്ക് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ പലവരും എയർമാറ്റിക് എസ് ക്ലാസ്സിനടുത്ത് എയർമാറ്റിക് ഊരിയിട്ട് സ്പ്രിങ് കയറ്റും. അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഈ ക്ലാസ് മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എയർമാറ്റിക് ഉള്ളൊരു വണ്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസിന് റെഡി ആയിട്ട് ഇറങ്ങുക, അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് എ നൈസ് സിസ്റ്റം. കാര്യം പൊക്കാം, താത്താം, സോഫ്റ്റ് ഹാർഡ് കൺവേർഷനൊക്കെ ചെയ്യാം. ആൻഡ് ദസ് ലോട്ട് ഓഫ് ട്രിക്സ്. വണ്ടി ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ലെവൽ ഇറ്റ് സെൽഫ് ഔട്ട്. ഇറ്റ്സ് റിയലി ക്രേസി ടു സീ ദ വർക്കിംഗ് ഓഫ് ദാറ്റ്. പിന്നെ ഇതിന് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ടത് ഓയിൽ ലീക്സും കാര്യങ്ങളൊക്കെയാണ്. വെരി കോമൺ. ഓൾ ദ V6 എൻജിൻസ്, ഡീസൽസ്, എല്ലാ ബ്രാൻഡിൻ്റെ ഓയിൽ ലീക്ക് ചെയ്യും. BMW ആണെങ്കിലും Audi ആണെങ്കിലും Benz ആണെങ്കിലും എല്ലാവരുടെയും വണ്ടികളിൽ V6 ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് നോർമലാണ്. ഓയിൽ സീൽസും കാര്യങ്ങളെല്ലാം മാറുക. പിന്നെ വേറെന്താ ഉള്ളത്? പിന്നെ ടെർബോൻ്റെ ഒരു ഓയിൽ സീലുണ്ട്, അത് പോവുമെന്ന് നോക്കുക. അഗെയിൻ ഈ എറയിലത്തുള്ള എല്ലാ V6 എൻജിൻ്റെയും ഈ നടുക്കിലാണ് ഇതിൻ്റെ ടെർബോ ഇരിക്കുന്നത്. അവിടുത്തെ ചൂട് കാരണം ഈ റബ്ബേഴ്സും കാര്യങ്ങളെല്ലാം അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഈ റബ്ബറും പ്ലാസ്റ്റിക്കും അല്ലാണ്ട് ഇതിന് വേറെ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഒന്നുമില്ലാത്തൊരു കാറാണ് ആക്ച്വലി M ക്ലാസ്സും ഈവൻ ദി E ക്ലാസ് ഓൾസോ. ബട്ട് അതർവൈസ് ഫെയർലി വെരി റിലയബിൾ. പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 200,000-300,000 കിലോമീറ്റേഴ്സും മൈൽസും ഓടിയിട്ടുള്ള വണ്ടികൾ ഭയങ്കര കോമൺ ആണ്. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇലക്ട്രിക്കൽസ് നശിപ്പിക്കാത്ത വണ്ടി മേടിക്കുക. അതിപ്പോൾ ഈ M ക്ലാസ് എന്നല്ല കേട്ടോ, ഏതൊരു ജർമ്മൻ വണ്ടി മേടിക്കുകയാണെങ്കിലും ഒരുപാട് അഴിച്ച് പഠിച്ച് പണിഞ്ഞിട്ടുള്ള വണ്ടികളാണെങ്കിൽ നമുക്കത് ഒരിക്കലും തിരിച്ച് കമ്പനി സ്പെക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അൺലെസ് ഇറ്റ് ഇസ് സംതിങ് വെരി കളക്റ്റബിൾ, ഇറ്റ്സ് നോട്ട് വർത്ത് ഫിക്സിങ് സംതിങ് ലൈക്ക് ദാറ്റ്. ഉള്ളതിൽ നല്ലൊരു വണ്ടി നോക്കി മേടിക്കുക. ആൻഡ് ബൈ ദ ക്ലീനസ്റ്റ് കാർ ദറ്റ് യു ക്യാൻ ബൈ. ആൻഡ് ഇഫ് യു ആസ്ക് മീ, 164 ഇസ് എ ബ്രില്യൻറ്റ് ബൈ. വെരി അണ്ടർ അപ്രീഷിയേറ്റഡ് ഇൻ ദ മാർക്കറ്റ് ആസ് ഓഫ് നോ. കാര്യം അധികം പേർക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ആൻഡ് അറിയാവുന്നവർക്കാണെങ്കിലും ഈ പറഞ്ഞ എയർമാറ്റിക് പ്രശ്നം കാരണം തന്നെ കുറേ വണ്ടികൾ കളഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ പേര് വേറെ വണ്ടികളുടെ ഷോക്കിനകത്ത് ഇടിച്ചു കുത്തി കയറ്റാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ കുളവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ നമുക്കൊരു ഇപ്പോൾ സാധാരണ നമ്മൾ റോട്ടിൽ കാണുന്ന E ക്ലാസ് C ക്ലാസ് എന്നും എല്ലാം ഫോർ നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി മോർ മണി നമുക്കൊരു ടോട്ടലി ഡിഫറെൻറ്റ് യൂസർ എക്സ്പീരിയൻസ് കിട്ടും. ആൻഡ് ഓണസ്റ്റ്ലി ഐ എം ലവിങ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ഇറ്റ് യൂസ്ഫുൾ. ആൻഡ് ഈ വണ്ടിയെ പറ്റിയിട്ട് വേറെ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് അവേ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഇതിൻ്റെ ഇപ്പോൾ ഇതൊരു 5,000 കിലോമീറ്റർ അപ്ഡേറ്റ് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. കാര്യം ഇതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിൻ്റെ വണ്ടി ഇത് തന്നെയായിരുന്നു. I've driven it quite all over the place now. And if you ask me, ഇതിൻ്റെ പകരം ഞാൻ വേറെ വല്ല വണ്ടി മേടിച്ചിട്ടുണ്ടാവുമോ എന്ന് വെച്ചാൽ നോ. ഐ തിങ്ക് ദിസ് വാസ് ദ റൈറ്റ് കാർ ടു ബൈ. ആ സമയത്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കൺസിഡർ ചെയ്തായിരുന്നു. ടോറഗ് ഓഫ് ഓൾ തിങ്സ്, Q7, Q5, കയൻ, കുറേ സാധനങ്ങൾ നോക്കിയാണ്. അതിൻ്റെ അകത്ത് ദ കയൻ ഈസ് എൻ ഓൾ ടൈം ഡ്രീം കാർ. ഇറ്റ്സ് ബ്രില്യൻറ്റ്. പക്ഷേ എനിക്ക് ഡീസൽ ആവശ്യമുണ്ട്, പ്രാക്ടിക്കാലിറ്റി ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ട് കയൻ ഹാഡ് ടു ബി പാസ്ഡ് ഓൺ. പക്ഷേ ബാക്കി ഏതൊരു SUV എടുത്തതിനെക്കാട്ടിലും ഐ തിങ്ക് ദിസ് വാസ് ദ റൈറ്റ് ചോയ്സ്. ആൻഡ് do consider it if you are looking in the market for a diesel SUV. And thank you for joining in, guys. I hope you enjoyed today's episode. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. Have a great day, everybody, and drive safe. Bye-bye.